ജില്ലയിൽ ഇന്നലെ രാത്രി പെയ്ത അതിതീവ്ര മഴയിൽ വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. നിരവധി വാഹനങ്ങളും വളർത്തുമൃഗങ്ങളും ഒലിച്ചുപോയി. ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 8 സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. ഇന്നലെ രാത്രി 10 മണിക്ക് തുടങ്ങിയ മഴ പുലർച്ചെ 4 മണി വരെ നിർത്താതെ പെയ്തു. കുമളിയിൽ തോട് കരകവിഞ്ഞ വീടുകളിൽ വെള്ളം കയറി. കുടുങ്ങിക്കിടന്നവരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ടി വിയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ ഓർത്ത് മഴ മാറുമ്പോഴത്തേന് കയറി വരാനോ പറഞ്ഞപ്പോഴത്തേന് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ പെരക്കകത്ത് വെള്ളം കയറി. സെക്കൻഡ് കൊണ്ട് വെള്ളം കയറി പോന്നു ഞങ്ങൾക്ക് അതൊരു മാർഗ്ഗമില്ലാതെ പോയി. അവസാനം വീട് തന്നെ കഥ കടഞ്ഞു പോയി. പിന്നെ വീടിനകത്ത് പാമ്പ് കയറി. ഇന്നലെ വെള്ളം കയറി പാമ്പും വന്നു. രക്ഷിക്കാൻ വന്ന ആളുകളെ ഫയർഫോഴ്സ് വന്നു. ഇങ്ങനെ കോള് വന്നപ്പോഴേത്തിന് ഇറങ്ങി നോക്കിയ സമയം കൊണ്ട് വെള്ളം കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം എടുത്തെല്ലാം പൊക്കി വെച്ചു, എങ്കിലും പുറകെ പാമ്പ് കയറി. 42 കുടുംബങ്ങളെ ഹോളിഡേ ഹോമിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇടുക്കി കൂട്ടാറിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. മുണ്ടിയെരുമ തൂക്കുപാലം ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. വെള്ളം കയറുന്നത് കണ്ട് ടെറസിന് മുകളിൽ കുടുങ്ങിയ ആളുകളെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. നെടുങ്കണ്ടം തൂക്കുപാലത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും കാറും ഒലിച്ചുപോയി. കട്ടപ്പന കുന്തളംപാറയിൽ ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിലുണ്ടായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. കല്ലാർ ഡാമും തുറന്നിട്ടുണ്ട്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.